നാളേക്കായുള്ള നാളമാ അറിവിൻ്റെ നിറദീപമാ നാളേക്കായുള്ള നാളമാ ഒരു വഴി കാട്ടിയായി പടരട്ടെ വായന നമ്മളെ വായന നമ്മളെ. നമ്മുടെ ബന്ധം വെറും ദിനാചരണത്തിൽ ഒതുങ്ങിക്കൂടാ. അറിവും അനുഭവങ്ങളും നേടിയ കാട്ടിയായി പടരട്ടെ വായന നമ്മളെ വായന നമ്മളെ. നിങ്ങളെല്ലാവരും പഠിച്ച് വലിയ വലിയ കുട്ടികളാവാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ അറിയാമോ? നിങ്ങളുടെ അടുത്ത സ്ഥലമായ പുനയൂർ കുളത്ത് നാലപ്പാട്ട് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മലയാള രചനകളിൽ മാധവി പറഞ്ഞ് വലിയൊരു കഥയായി വായനക്കാരുടെ മനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ബഷീറിന്റെ സാഹിത്യകൃതികൾ. സാധാരണ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിക്കുന്ന ഞാനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ എഴുതിയ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന മക്കളെ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ, തമ്മിലിടയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ച് ഒപ്പം നടത്തിയും തന്മേൽ തളർച്ച മറന്നു നടക്കുന്നു.
ജൂൺ 19 വായനാ ദിനത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അമ്മ എനിക്കൊരു പ്രസംഗം എഴുതി തരുമോ? എനിക്കൊന്നും നേരമില്ല. നീ പോയി അച്ഛനോട് പറയേ, എനിക്കൊരു കിച്ചൺ ബ്ലോഗ് എടുക്കാനുള്ളതാ. അച്ഛ എനിക്കൊരു പ്രസംഗം എഴുതി തരുമോ? ഓ, എനിക്കൊന്നും വയ്യ. നീ പോയി അമ്മയോട് പറയാൻ കൊടുക്കൂടെ പഠിപ്പിച്ചു. എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത്? വായനാ ദിനത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും നേരമില്ല. എല്ലാവരും എന്തെങ്കിലും ചെയ്യണമെന്നാ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്.